10th കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന എക്സാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബ്രിഡ്ജ് കോഴ്സിലോട്ട് സ്വാഗതം. ഇവിടെ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സെലക്ട് ചെയ്യുമ്പോൾ സയൻസ് സബ്ജക്റ്റുകളിൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ അവ മനസ്സിലാക്കാനും അതിൻ്റെ പ്രോബ്ലംസ് പാർട്ടുകൾ വളരെ നല്ല രീതിയിൽ അപഗ്രഥിക്കാനും നമ്മളെ സാധ്യമാക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ബ്രിഡ്ജ് കോഴ്സ്. ഈ ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ +1 ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ടഫായി വരുന്ന ഭാഗങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന ഭാഗങ്ങളാണ്. മുമ്പേ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ക്ലാസ്സിൽ ഇരുന്നിരുന്ന പല രീതികളും മാറ്റിയിട്ട് ഒന്നും കൂടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു മെത്തഡോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ക്ലാസ്സിലിരിക്കുന്നതിനും ആ ക്ലാസ് കേട്ടിട്ട് നല്ല രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് +1 എന്ന് പറയുന്നത്. ഈ +1 നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പറയുന്നത്. 9th സ്റ്റാൻഡേർഡിൽ മോഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു മോഷനിൽ നമ്മൾ മുൻപ് കേട്ടതും എന്നാൽ +1 ഇനി കേൾക്കാൻ പോകുന്നതുമായ ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഈ ടോപ്പിക്കിൽ നമുക്ക് മനസ്സിലാവും മുൻപ് കേട്ടതിൽ നിന്നും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ആ വ്യത്യാസമാണ് +1 നമ്മൾ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ആവശ്യകതയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മുമ്പ് കേട്ടിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് എത്തുമ്പോൾ ആ ഒരു തുടങ്ങിയ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലോട്ടുള്ള ടോട്ടൽ പാത്ത് ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു പിക്ചറിൽ വേണമെങ്കിൽ അത് നോക്കാം. എയിൽ നിന്ന് തുടങ്ങി ഒരു ബോഡി ബിയിലെത്തി അവസാനം സിയിലെത്തുകയാണെങ്കിൽ ഈ ടോട്ടൽ പാത്ത് ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ആരാണ് എന്താണ് എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കിയിട്ട് നമുക്ക് പറയാം, ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ എ ബോഡി. ഡിസ്റ്റൻസ് ആരാന്ന് ചോദിച്ചാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ എ ബോഡി. ഈ ഒരു കാര്യമാണ് നമ്മൾ ഡിസ്റ്റൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത്. രണ്ടാമതൊരു കാര്യം ഡിസ്റ്റൻസിനെ പറ്റിയിട്ട് നമുക്ക് പറയാവുന്നത്, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നുകിൽ സ്കേലാർ അല്ലെങ്കിൽ വെക്ടർ. സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് മാസ്, ഇപ്പോൾ എൻ്റെ തൂക്കം എത്രയാണെന്ന് ചോദിച്ചാൽ ഞാനൊരു 50 കിലോ പറയുകയാണെങ്കിൽ 50 കിലോ തെക്കോട്ട് എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല. അതുകൊണ്ട് മാസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഞാൻ ഒരു ബോഡി, നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിനൊരു ഡയറക്ഷനും കൂടെ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെങ്കിൽ അതാണ് വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് വരിക. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് 2 പോയിന്റാണ് കിട്ടിയത്. ഒന്ന്, ആരാണ് ഡിസ്റ്റൻസ്, ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ എ ബോഡി. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഡിസ്റ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അത് എന്താണ് ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ്, അതും നമ്മൾ കാണുന്നതാണ്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ലോകത്താകമാനം സ്വീകരിക്കപ്പെട്ട, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു യൂണിറ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഡിസ്റ്റൻസിൻ്റെത് മീറ്ററാണ് വരുന്നത്. ഇനി നാലാമത്തെ ഒരു കാര്യം ഡിസ്റ്റൻസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് കാണിക്കാൻ പറ്റും
എ തൊട്ട് സി വരെ എത്തുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ടോട്ടൽ പാത്ത് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ അത് 3 മീറ്റർ പ്ലസ് 4 മീറ്റർ 7 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ആയിട്ട് വരിക. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ 4 പോയിന്റിൽ 1 ഇറ്റ് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ എ ബോഡി. രണ്ടാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഇല്ല. മൂന്നാമത്തെ പോയിന്റ് അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. നാലാമത്തെ പോയിന്റ് അത് നമ്മളൊരു പിക്ചറിൽ കാണിക്കും കൂടെ ചെയ്തു. ഇനി അടുത്ത ഒരു പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആകെ 2 പോയിന്റുകളേ ഉള്ളൂ, ഒന്ന് ഡിസ്റ്റൻസും മറ്റൊന്ന് ഡിസ്പ്ലേസ്മെൻറ്റും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് വരുമ്പോൾ ഈ ഇനീഷ്യൽ പോയിന്റിനും ഫൈനൽ പോയിന്റിനും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. നമുക്കത് ചുരുക്കിയിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയാം. ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു പോയിന്റ് ഇതാണ്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. അത് നമ്മളൊരു പിക്ചറിൽ കാണിക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പിക്ചറിൽ എന്ന് തൊട്ട് സി വരെ എത്തുകയാണെങ്കിൽ എ ആണ് ഇനീഷ്യൽ പോയിന്റ്, സി ആണ് ഫൈനൽ പോയിന്റ്. ഇതിനിടയിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ AC ആണ്. അത് 5 മീറ്റർ ആണ് വരിക. അപ്പോൾ ഈ AC ഡിസ്പ്ലേസ്മെൻറ്റും AB പ്ലസ് BC ഡിസ്റ്റൻസുമാണ്. അപ്പം നമുക്ക് പിക്ചറിന് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടു. ഡിസ്പ്ലേസ്മെൻറ്റ് സ്കേലാർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് സ്കേലാർ ആയിരുന്നു, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് SI യൂണിറ്റ് വീണ്ടും മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിൽ 4 പോയിന്റ് കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റിൽ 4 പോയിന്റ് കിട്ടി. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ 4 പോയിന്റിൽ 1 ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മൂന്നാമത്തെ പോയിന്റ് അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ഇവിടെ നമ്മൾ പിക്ചറിൽ നോക്കിയിട്ട് ഈ AC ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നും അതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന നേരത്ത് എപ്പോഴും ചെയ്യേണ്ടത് എന്താണോ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് അതാദ്യം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. മൂന്നാമതായിട്ട് ആ ഇക്വേഷൻസും കൺസെപ്റ്റും വരുന്ന ചോദ്യങ്ങളുമായി പരിചയപ്പെടുക. ഒരുപാടധികം ചോദ്യങ്ങളുമായി പരിചയപ്പെടുമ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയ ഒരു ഷോർട്ട് കട്ട് സ്വമേധയാ നമ്മുടെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെയാണെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് പിന്നീട് കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയ ഉടനെ ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോവാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ ആദ്യം അറിഞ്ഞിരിക്കണം, ഡയറക്ഷൻസ് ആണ്. നമ്മൾക്ക് സാധാരണ ക്വസ്റ്റ്യനിൽ വരാവുന്ന ഡയറക്ഷൻസ് ഇതാണ്: നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത് നമ്മൾ ബോർഡിൽ കാണിക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് നോർത്തും താഴ്ഭാഗത്ത് സൗത്തും ഇവിടെ വെസ്റ്റും അവിടെ നമുക്ക് ഈസ്റ്റും വരും. അങ്ങനെയാണെങ്കിൽ ഒരാൾ നോർത്തിലോട്ട് പോവാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് പോകുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ കാണിക്കണം. സൗത്തിലോട്ടാണെങ്കിൽ താഴോട്ട് പോകുന്നതായിട്ടും വെസ്റ്റിലോട്ടാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതായിട്ടും ഈസ്റ്റിലോട്ടാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് പോകുന്നതായിട്ടും കാണിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എങ്ങനെ നമ്മുടെ പേപ്പറിൽ അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനോട് കൂടെ നമ്മളിതിൻ്റെ കൺസെപ്റ്റുകൾ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഒരാള് നോർത്തിലോട്ട് 10 മീറ്റർ പോയി, എന്നിട്ട് 20 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ് ആണ് പോയത്. അപ്പോൾ ഒരാൾ ആദ്യം നോർത്തിലോട്ട് 10 മീറ്ററും പിന്നെ ഈസ്റ്റിലോട്ട് 20 മീറ്ററുമാണ് പോയത് എങ്കിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഞാൻ ചുരുക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കാണണം. ആദ്യം നോക്കൂ, നിങ്ങൾ നോർത്തിലോട്ടാണ് പോയതെങ്കിൽ നമ്മൾ ഡയറക്ഷൻ കണ്ടിരുന്നു. നോർത്ത് എന്ന് പറയുന്നത് മുകളിലോട്ടാണ്. മുകളിലോട്ടാണ് നോർത്ത് പോയതെങ്കിൽ നമ്മൾ അതിൻ്റെ പിക്ചർ വരക്കാണ്. പിക്ചർ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങളിലും പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉത്തരങ്ങളിലെത്താൻ സഹായിക്കും. അപ്പം നമ്മൾ നോർത്തിലോട്ട് 10 മീറ്റർ എന്ന് പറയുമ്പോൾ മുകളിലോട്ട് 10 മീറ്റർ പോയി. പിന്നീട് ആ പോയിന്റിൽ നിന്നും ഈസ്റ്റിലോട്ട് 20 മീറ്റർ പോയാൽ ഇതാണ് നമ്മുടെ പിക്ചർ വരിക. 10 മീറ്റർ പിന്നെ 20 മീറ്റർ ഈസ്റ്റിലോട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഇനീഷ്യലും ഈ പോയിന്റ് ഫൈനൽ പോയിന്റുമാണ് വരിക. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാലും മനസ്സിലാവും, പൈതഗോറസ് തിയറം വേണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായ കാര്യം, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പഠിച്ചാലും ഇത് കിട്ടാൻ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യം പൈതഗോറസ് തിയറമാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ ഈ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ √10² + 20² എന്ന് വരും. ഡിസ്പ്ലേസ്മെന്റിന്റെ ആൻസർ വരിക √10² + 20² ആണ്. അങ്ങനെയാണെങ്കിൽ 10² 100, 20² 400, ടോട്ടല് √500 മീറ്റർ എന്ന് വരും. ഇത് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് 10√5 മീറ്റർ എന്നും എഴുതാൻ പറ്റും. നോക്കൂ, നമ്മൾ ഇപ്പം ചെയ്തത് ഡിസ്റ്റൻസിൻ്റെ 4 പോയിന്റ് പറഞ്ഞിരുന്നു, ഡിസ്പ്ലേസ്മെന്റിന്റെ 4 പോയിന്റ് പറഞ്ഞു, ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ള ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു. ആ ഡയറക്ഷൻസ് പറഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അതിന് സഹായകരമായി നമ്മൾ മുമ്പ് പഠിച്ച പൈതഗോറസ് തിയറം ഉപയോഗിക്കേണ്ടി വന്നു. ഇതാണ് +1 നമ്മുടെ മാറ്റം. നമ്മൾ മുമ്പ് പഠിച്ച പല കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്ന് ഓർത്തു വെക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആവശ്യമായി വന്നത് പൈതഗോറസ് തിയറം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൽ വളരെ ഒരു രസകരമായ ചോദ്യമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. എ ബോഡി കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 5 മീറ്റർ. ഒരു ബോഡി കവർ ചെയ്തത് 5 മീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യമേ ഡിസ്റ്റൻസ് 5 മീറ്റർ ആണെന്ന് കിട്ടി. ആ 5 മീറ്റർ പോയത് എലോങ് എ സെമി സർക്കുലാർ പാത്താണ്. സെമി സർക്കുലാർ പാത്തിൽ 5 മീറ്റർ പോയി. അപ്പോൾ ഒരു സെമി സർക്കിള് ഈ ലെങ്ത് വരുന്നത് 5 മീറ്റർ ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ വളരെ രസകരമാണ്. ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ്. ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെന്റിൻ്റെയും റേഷ്യോ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ രസകരമായ ചോദ്യം, ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കാര്യങ്ങളുള്ളതാണ്. നോക്കാം ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്. വളരെ രസകരമായ ഒരു ചോദ്യത്തിലാണ് നമ്മൾ അടുത്തതിലെത്തിയിട്ടുള്ളത്. ഇതിൽ കുറച്ചധികം ഒന്ന് ചിന്തിക്കാനുണ്ട്. അതാണ് ഞാനൊരു രസകരം എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുന്ന പാർട്ടിൽ നമ്മളെപ്പോഴും അതിലൊരു രസം കണ്ടെത്തിയാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടുകയുള്ളൂ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് 5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഒരു സെമി സർക്കുലാർ പാത്തിലാണെന്നും പറഞ്ഞിരുന്നു. ചോദ്യം റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പിക്ചർ മസ്റ്റാണ്. അത് നമ്മൾ ഒന്നും കൂടെ സഹായിക്കും.
പിക്ചർ വരച്ചാൽ സെമി സർക്കുലാർ പാത്ത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. എ മുതൽ ബി വരെ എത്തിക്കഴിഞ്ഞാൽ ഇതാണ് 5 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ഈക്വൽ ടു 5 മീറ്റർ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയമീറ്റർ ആണ്. ഇനി എത്രയാണ് ഈ ഡിസ്റ്റൻസ് എന്ന് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ടോട്ടൽ പെരിമീറ്ററിന്റെ പകുതിയാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് വരിക. ടോട്ടൽ പെരിമീറ്ററിന്റെ പകുതി. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു ടോട്ടൽ പെരിമീറ്റർ ബൈ 2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെരിമീറ്റർ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു സർക്കിളിന്റെ പെരിമീറ്റർ 2πr ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2πr ബൈ 2 ഈക്വൽ ടു πr എന്ന് കിട്ടും. ഡിസ്റ്റൻസ് πr എന്ന് കിട്ടി. പക്ഷെ ഇതിൻ്റെ ആവശ്യമല്ല. ശരിക്ക് നമുക്ക് ഡിസ്റ്റൻസ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടുപിടിക്കുന്നത് റേഡിയസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡിസ്റ്റൻസ് 5 ആണെന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഡിസ്റ്റൻസ് നമ്മൾ πr എന്ന് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. 5 ഈക്വൽ ടു πr എന്ന് എഴുതാം. 5 ഈക്വൽ ടു πr എന്ന് എഴുതിയാൽ r ഈക്വൽ ടു 5/π എന്ന് കിട്ടും. അപ്പൊ റേഡിയസ് 5/π എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ പിക്ചറിൽ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് AB എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. അപ്പൊ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r ആണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ റേഡിയസ് വേണം. അതിനാണ് നമ്മൾ ആദ്യം റേഡിയസ് കണ്ടുപിടിച്ചത്. അപ്പൊ റേഡിയസ് r കിട്ടിയാൽ ഡിസ്പ്ലേസ്മെന്റ് 2r ആണ്. അപ്പൊ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 2r എന്ന് എഴുതിയാൽ 2 ഇൻറ്റു 5/π എന്ന് എഴുതാം. കാരണം റേഡിയസ് 5/π എന്ന് നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു 5/π എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എത്രയാ? 5. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 2 ഇൻറ്റു 5/π. ഇതിൽ നമ്മൾ റേഡിയസ് ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസും കിട്ടി, ഡിസ്പ്ലേസ്മെന്റും കിട്ടി. ഇതിന്റെ റേഷ്യോ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഈ റേഷ്യോ കാണുമ്പോൾ ഡിസ്റ്റൻസിന്റെ അവിടെ ഞാൻ 5 എന്ന് കൊടുത്തു. ഡിസ്പ്ലേസ്മെന്റിന്റെ അവിടെ 2 ഇൻറ്റു 5/π ആണ്. ആ പൈ മുകളിൽ വരും. ഈ റേഷ്യോ ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ 2 ഇൻറ്റു 5/πയിലെ പൈ മുകളിൽ വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതിയത് നോക്കൂ. ആ പൈനെ എഴുതിയത് 3.14 എന്ന് നമ്മൾ കേട്ട വാല്യൂ ആണ് പൈന്റെ വാല്യൂ. പക്ഷേ പൈന് വേണമെങ്കിൽ നമുക്ക് 22/7 എന്ന് എഴുതാം. 22/7 ആണ് 3.14. അപ്പോൾ ഒരു പുതിയ കാര്യം കൂടെ നമുക്ക് കിട്ടി. പൈന് നമുക്ക് 22/7 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 5 കട്ട് ചെയ്ത് പോയി 2ഉം 22ഉം കൂടെ പോയി കഴിഞ്ഞാൽ 11 വരും. ലാസ്റ്റ് ആൻസർ 11/7 ആണ്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. ഒന്ന്, ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അത് 2πr ആണെന്ന് മനസ്സിലാവും. അതിനേക്കാൾ ഉപരി പൈന്റെ വാല്യൂ 3.14 നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റൊരു വാല്യൂ ഓർക്കാനുള്ളതും കൂടെ ഒരു അവസരമായി ഈ ഒരു ചോദ്യം. അത് 22/7. ഈ ക്വസ്റ്റ്യന് ഡിസ്റ്റൻസ് നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് അറിയാം. അതിനേക്കാൾ ഉപരി ഒരുപാട് കൺസെപ്റ്റുകൾ കിട്ടി എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഉപകാരം. കിട്ടിയ കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ഒരു സർക്കിളിന്റെ പെരിമീറ്റർ 2πr ആണ്. അടുത്ത കാര്യം, അതൊന്ന് പൈന്റെ പുതിയൊരു വാല്യൂ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ നമ്മൾ ഒന്നും കൂടെ ഓർത്ത് വെച്ചു, 22/7. ഡിസ്റ്റൻസിന്റെ 4 പോയിന്റ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഡിസ്പ്ലേസ്മെന്റിന്റെ 4 പോയിന്റും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടത് പൈതഗോറസ് തിയറം ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് ഒന്ന്, പെരിമീറ്റർ ഒരു സർക്കിളിന്റെ ടോട്ടൽ പെരിമീറ്റർ 2πr-ഉം ഒരു ഹാഫ് പോർഷൻ ആണെങ്കിൽ സെമി സർക്കിൾ ആണെങ്കിൽ പെരിമീറ്റർ πr ആണെന്നും കണ്ടു. മറ്റൊരു കാര്യം, പൈനെ നമുക്ക് 22/7 എന്ന് എഴുതാം എന്ന് നമുക്ക് മനസ്സിലായി. 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേക്കും ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ കണ്ടുവന്നു.
അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. An athlete completes half a round of a circular track. ഒരു സർക്കുലാർ ട്രാക്കിന്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു ഓഫ് റേഡിയസ് ആർ. ആ സർക്കിളിന്റെ റേഡിയസ് ആർ ആണ്. ആൻഡ് ദെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ അത്ലറ്റ് ആർ. അയാളുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അറിയേണ്ടത്. അപ്പം മുമ്പ് ചെയ്ത ഒരു ചോദ്യം നമുക്കിവിടെ ഉപകാരപ്പെടുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ കൺസെപ്റ്റുകൾ വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നു. ഇതാണ് ക്വസ്റ്റ്യൻസ് ഒരുപാടധികം ചെയ്താൽ പെട്ടെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതിലൂടെ നമുക്ക് ആ കൺസെപ്റ്റുകൾ തലയിൽ നന്നായിട്ട് നിൽക്കും. ക്വസ്റ്റ്യനിൽ നമ്മൾ പിക്ചർ വീണ്ടും വരച്ചാൽ ഇതിൽ സെമി സർക്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിന്റെ പെരിമീറ്റർ ആണ്. സെമി സർക്കിളിന്റെ പെരിമീറ്റർ നമ്മൾക്ക് മുമ്പ് പഠിച്ചതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പയ്യാർന്ന് കിട്ടി. അപ്പോ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഈ പെരിമീറ്റർ എന്ന് പറയാതെ എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയാം. ആർക്ക് ലെങ്ത് നമുക്ക് പയ്യാറാണെന്ന് മുമ്പ് കിട്ടിയിരുന്നു. അപ്പൊ ഡിസ്റ്റൻസ് പയ്യാറാണ്. ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയമീറ്റർ ആണ് വരിക. അതുകൊണ്ട് ഡയമീറ്റർ 2r എന്ന് എഴുതാം. അപ്പോൾ മുമ്പ് പഠിച്ച ക്വസ്റ്റ്യന് നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റി. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യന് കിട്ടിയത് കൂടുതലായിട്ടൊന്നുമില്ല. മുമ്പത്തെ ക്വസ്റ്റ്യനിലെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കാം. ഒരു സർക്കിളിന്റെ പെരിമീറ്റർ 2πr, പൈന് എനിക്ക് വേണമെങ്കിൽ 22/7 എന്നെഴുതാം. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന രണ്ട് ചെറിയ കൺസെപ്റ്റുകളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു വ്യത്യസ്തത നമ്മൾ ശരിക്കും എപ്പോഴും നോക്കണം. പല വിധത്തിൽ ചോദ്യങ്ങൾ വരാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കും. An athlete completes 1 round of a circular track of radius r. ഒരു സർക്കിളിലാണ് മൂവ് ചെയ്യണത്. റേഡിയസ് r ആണ്. ഇൻ 40 സെക്കൻഡ്. ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 40 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഹിസ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 minutes 20 seconds. 2 മിനിറ്റും 20 സെക്കൻഡും കഴിഞ്ഞാൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2 minutes എന്ന് പറയുമ്പോൾ ടോട്ടല് 120 സെക്കൻഡ് വരും. അപ്പോൾ പിന്നെ ഒരു 20 സെക്കൻഡും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ 140 സെക്കൻഡ് ആണ്. അപ്പൊ ഇയാളുടെ മോഷൻ വരുന്ന ടോട്ടൽ ടൈം 140 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 140 സെക്കൻഡിൽ 3.5 റെവല്യൂഷനാ വരിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 40 സെക്കൻഡിൽ ഒരു റെവല്യൂഷൻ, അടുത്ത 40ൽ 2 റെവല്യൂഷൻ. അപ്പൊ 2 റെവല്യൂഷൻ ആവുമ്പോൾ 80 സെക്കൻഡ് ആയി. അടുത്ത 40 സെക്കൻഡിൽ 3 റെവല്യൂഷൻ, അപ്പൊ 120 സെക്കൻഡ് ആയി. ഇനി ബാക്കിയുള്ളത് 20 സെക്കൻഡ് ആണ്. 40 സെക്കൻഡ് കൊണ്ട് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആണെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് ഒരു ഹാഫ് റെവല്യൂഷൻ ആവും. അപ്പോൾ 120 സെക്കൻഡ് കൊണ്ട് 3 റെവല്യൂഷനും പിന്നെ ബാക്കി വരുന്ന 20 സെക്കൻഡ് കൊണ്ട് 3.5 റെവല്യൂഷനാണ് വരിക. അപ്പോൾ നമ്മൾ ആ ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ റെവല്യൂഷൻ 3.5 റെവല്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഒരു റെവല്യൂഷൻ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയെന്ന് കരുതുക. ഒരു റെവല്യൂഷനായി, സെക്കൻഡ് റെവല്യൂഷൻ കഴിഞ്ഞ് തേർഡ് റെവല്യൂഷനും കൂടെ കഴിഞ്ഞാൽ ഇനി 0.5 റെവല്യൂഷനാണ്. 0.5 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെമി സർക്കിൾ ആയിരിക്കും. അപ്പോൾ 3 റെവല്യൂഷൻ കഴിഞ്ഞ് ബാക്കി വരുന്ന 0.5 റെവല്യൂഷൻ കൊണ്ട് ഒരു സെമി സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് ഇതാണ്. എത്ര റെവല്യൂഷൻ കഴിഞ്ഞാലും പിന്നെ വരുന്ന ഹാഫ് റെവല്യൂഷൻ കൊണ്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലാണ് വന്ന് നിൽക്കുക. അപ്പൊ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിൽ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഡയമീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസും കാണാം, ഡിസ്പ്ലേസ്മെന്റും കാണാം. ഡിസ്റ്റൻസ് ആണെങ്കിൽ 3.5 റെവല്യൂഷൻ ആണ്. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2πr ആണ്.
ഒരു റെവല്യൂഷൻ 2πr ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് 7πr എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ ഡയമീറ്റർ ആണ് വരിക എന്ന് പറഞ്ഞാൽ 2r. നമ്മളോട് ചോദ്യം ഡയമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. ആ ഡിസ്പ്ലേസ്മെന്റ് 2r ആണ് വരിക. അപ്പോൾ സർക്കിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. പല സമയങ്ങളിലും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡയമീറ്റർ ആയിട്ട് വന്നിരുന്നു ഓപ്പോസിറ്റ് പോയിന്റിലെത്തുമ്പോൾ. അതിൻ്റെ മറ്റൊരു വേർഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നത്, ടൈമും റെവല്യൂഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഇതേ റെവല്യൂഷൻസും ഇതേ ടൈമും വരുന്നുണ്ട്. അപ്പോൾ അതിനോട് കൂടുതൽ നമ്മൾ പരിചയപ്പെടുകയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ ടോയ് സൈക്ലിസ്റ്റ് കംപ്ലീറ്റ്സ് 1 റൗണ്ട് ഓഫ് എ സ്ക്വയർ ട്രാക്ക്. സ്ക്വയർ ട്രാക്ക് ആണ് വരുന്നത്. അപ്പോൾ സ്ക്വയർ ട്രാക്കിൽ നമുക്ക് നേരത്തെ സർക്കിൾ പോലെയല്ല. അപ്പോൾ പിക്ചർ വരക്കണം നമ്മൾ. ഓഫ് സൈഡ് 2 മീറ്റർ ആണ്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് വരുന്നത് 2 മീറ്റർ ആണ്. ആ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻ 40 സെക്കൻഡ് ആണ്. അപ്പോൾ സ്ക്വയർ ട്രാക്കിലാണ് പോണത്. അതിൻ്റെ ഒരു സൈഡ് 2 മീറ്റർ ആണ്. അതിൻ്റെ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം 40 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് 3 മിനിറ്റ്സ്? 3 മിനിറ്റ് കഴിഞ്ഞാൽ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നമ്മൾ പിക്ചർ വരക്കുന്നു. പിക്ചർ വരച്ചിട്ട് ABCD എന്നുള്ള പോയിന്റുകൾ കൊടുത്താൽ എയിൽ നിന്ന് തുടങ്ങി ഒരു റെവല്യൂഷൻ കഴിയുമ്പോൾ എയിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റെവല്യൂഷൻ എടുക്കുന്ന ടൈം 40 സെക്കൻഡ് ആണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള സമയം 3 മിനിറ്റ്സ് ആണ്. 3 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം 180 സെക്കൻഡ് ആണ്. 180 സെക്കൻഡ് ആണെങ്കിൽ 4 റെവല്യൂഷൻ കഴിഞ്ഞാൽ 160 സെക്കൻഡ് കഴിയും. ഒരു റെവല്യൂഷന് 40 സെക്കൻഡ് ആണ്, നമ്മളിവിടെ കണ്ടിരുന്നു. അപ്പൊ 4 റെവല്യൂഷൻ കഴിഞ്ഞാൽ 160 സെക്കൻഡ് കഴിയും. ഇനി ബാക്കിയുള്ളത് 20 സെക്കൻഡ് ആണ്. 40 സെക്കൻഡ് കൊണ്ട് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആണെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് ഒരു ഹാഫ് റെവല്യൂഷൻ ആവും. ഹാഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി സിയിലെത്തുമ്പോൾ ഹാഫ് റെവല്യൂഷൻ ആവും. ഇതാണ് ഹാഫ് റെവല്യൂഷൻ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇൻ 180 സെക്കൻഡ് 4.5 റെവല്യൂഷൻ ആണ്. 4.5 റെവല്യൂഷൻ ആണെങ്കിൽ 4 റെവല്യൂഷൻ കഴിയുമ്പോൾ ഈ എയിൽ തന്നെ വന്നെത്തും. 0.5 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും എയിൽ നിന്ന് തുടങ്ങി സിയിലെത്തും. അപ്പോൾ നോക്കൂ, എ ആണ് ഇനീഷ്യൽ പോയിന്റ്, സി ആണ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഇത് 2 മീറ്റർ ആണ്, ഇതും 2 മീറ്റർ ആണെങ്കിൽ ഇത് നമുക്ക് വീണ്ടും പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അപ്പോൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ √2² + 2² എന്ന് പറഞ്ഞാൽ 2√2 മീറ്റർ എന്നാണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഒരു ടൈം തന്നിട്ട് എത്രമാത്രം റെവല്യൂഷനാണ് വരുന്നത് നോക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ 2 ചോദ്യങ്ങളും ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് ഓരോ ചോദ്യങ്ങളിൽ നിന്ന് പുതിയ പുതിയ കൺസെപ്റ്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ഒന്ന് നന്നായി ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഒരാളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരൊരു അത്ഭുതപ്പെട്ട് നോക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. ഇങ്ങനത്തെ ഒരു നല്ല ഒരു ബാക്കിയുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ പ്രോബ്ലം സോൾവിങ് മെത്തേഡിലോട്ട് ബാക്കിയുള്ള ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് നമുക്ക് നല്ല ഒരു രസം, പഠിക്കാൻ ഒരു കൂടുതൽ ഇഷ്ടം തരുന്ന സംഗതി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ടയർ റോൾ ചെയ്യണ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എ വീൽ ഓഫ് റേഡിയസ് 1 മീറ്റർ. ഒരു വീലുണ്ട്, ആ വീലിൻ്റെ റേഡിയസ് 1 മീറ്റർ ആണ്. റോൾസ് ഫോർവേഡ്.
റോൾ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ വാഹനങ്ങളുടെ ടയർ ഉരുണ്ടു പോകുന്ന രീതിയിലുള്ള മോഷൻ, അതാണ് റോളിംഗ് മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ റോൾ ചെയ്യാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫോർവേഡ് ഹാഫ് എ റെവല്യൂഷൻ, അപ്പൊ അത് റോൾ ചെയ്തപ്പോൾ പകുതിയെ കറങ്ങിയുള്ളൂ, ഹാഫ് എ റെവല്യൂഷനേ നടന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കാം. ഇപ്പൊ മുകളിലത്തെ പോയിന്റ് നിങ്ങൾ നോക്കുക, താഴത്തെ പോയിന്റ് നോക്കുക. ഇത് ഞാൻ റോള് ചെയ്താൽ മുകളിലത്തെ പോയിന്റ് ഇതും താഴത്തെ പോയിന്റ് ഇതും ആണെങ്കിൽ ഹാഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോയി ഇത് മുകളിലും ഇത് താഴെ എത്തിയിട്ടുണ്ടാവും. നോക്കുക, ഇതാണ് മുകളിലത്തെ പോയിന്റ് എങ്കിൽ ഇതാണ് താഴത്തെ പോയിന്റ് എങ്കിൽ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് റെവല്യൂഷൻ ആണെങ്കിൽ ഇത് രണ്ടും താഴെ മുകളിലും മാറിയിട്ടുണ്ടാവും പോയിന്റുകളിൽ. ഇതാണ് ഹാഫ് റെവല്യൂഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ വീൽ ഇനീഷ്യലി ഇൻ കോണ്ടാക്ട്, താഴെ തട്ടി നിൽക്കുന്ന ഗ്രൗണ്ടിൽ തട്ടി നിൽക്കുന്ന ആ പോയിന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണണം. പിക്ചർ നോക്കൂ, ഫിസിക്സിൽ പിക്ചറിന് എപ്പോഴും നല്ല ഇമ്പോർട്ടൻസ് ആണുള്ളത്. നമ്മൾ ഇതാണ് ഒരു വീലെങ്കിൽ ആ വീലിന്റെ താഴെ തട്ടി നിൽക്കുന്ന പോയിന്റ് ഇതാണെങ്കിൽ ഹാഫ് റെവല്യൂഷൻ കഴിഞ്ഞാൽ ഈ താഴെയുള്ള പോയിന്റ് മുകളിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് വരിക. കാരണം ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് കിട്ടുക. പക്ഷേ ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് ഡയമീറ്റർ ആയതുകൊണ്ട് 2r ആണ്. ഇത് 2r ആണെന്ന് കിട്ടും. എന്നാൽ ഈ ഡിസ്റ്റൻസ് വരുന്നത് πr ആയിരിക്കും. എങ്ങനെയാ πr കിട്ടുക? കാരണം ഈ വീല് കറങ്ങിയത് ഹാഫ് റെവല്യൂഷൻ ആണ്. ഹാഫ് റെവല്യൂഷൻ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് πr ആവും. അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പെരിമീറ്റർ ആവും. അപ്പൊ ഹാഫ് റെവല്യൂഷൻ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് πr ആണ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. റൂട്ട് ഓഫ് വീണ്ടും പൈതഗോറസ് തിയറം. നമ്മൾ മുമ്പ് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് ഓർത്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് πr ഹോൾ സ്ക്വയർ പ്ലസ് 2r ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഡിസ്പ്ലേസ്മെന്റ് റൂട്ട് ഓഫ് 2r ഹോൾ സ്ക്വയർ പ്ലസ് πr ഹോൾ സ്ക്വയർ. ഇതില് റേഡിയസ് 1 മീറ്റർ ആണെന്ന് തന്നിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ആറിന് 1 കൊടുക്കാം, ഇവിടെ 1 കൊടുത്താൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുക 2ന്റെ സ്ക്വയർ 4 വരും. അതേപോലെ തന്നെ പൈന്റെ സ്ക്വയർ വരുമ്പോൾ ഇവിടെ ഒരു പൈ സ്ക്വയർ മീറ്റർ. അപ്പൊ റൂട്ട് ഓഫ് 4 പ്ലസ് പൈ സ്ക്വയർ മീറ്റർ എന്നാണ് ആൻസർ വരിക. അപ്പൊ ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കൺസെപ്റ്റുകളുള്ള വളരെ ചെറിയ കൺസെപ്റ്റ് നിന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്നാൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായി ആൻസർ കിട്ടാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഇത് ഉപയോഗിച്ചിട്ടുള്ള വീണ്ടും ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒന്നും കൂടെ നമുക്ക് ഒരു വേറൊരു കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഒക്കെ നമ്മൾ ഈ പ്ലെയിനിലാണ് പറയുക. അപ്പോൾ അപ്വേർഡ് എന്ന് പറയുന്ന ഒരു മോഷൻ ഉണ്ട്, അത് മുകളിലോട്ട് ഇങ്ങോട്ടാണ്. അത് നമ്മൾ ബോർഡിൽ എഴുതി കാണിക്കുമ്പോൾ മുകളിലോട്ട് നമ്മൾ പറഞ്ഞ നോർത്ത് എന്നെടുക്കരുത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഒക്കെ ഈ ഒരു പ്ലെയിനിലാണ് വരിക. അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലോട്ടാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നമുക്ക് ബോർഡിൽ വരക്കാൻ അറിയണം. പിന്നെ അപ്വേർഡും എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ പിക്ചറാണ് അടുത്ത ക്വസ്റ്റ്യനിൽ ഇനി നമ്മൾ വരക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാൽ ആദ്യം 6 മീറ്റർ നോർത്തിൽ പോയി. ഇവിടെ 6 മീറ്റർ നോർത്തിലോട്ടാണ് പോയത്. പിന്നെ ഈസ്റ്റിലോട്ടാണ് 8 മീറ്റർ പോയത്. പിന്നെ 10 മീറ്റർ വെർട്ടിക്കലി അപ്വേർഡ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ
പിക്ചർ ഇവിടെ ഞാനൊരു പ്ലെയിന് വരച്ചിട്ടുണ്ട്. ഈ പ്ലെയിനിൽ നോർത്തിലോട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ മുകളിലോട്ടാണ് കാണിച്ചിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ മുകളിലോട്ടാക്കും. അപ്പം നോർത്തിലോട്ട് 6 മീറ്റർ പോയി, പിന്നെ ഈസ്റ്റിലോട്ട് 8 മീറ്റർ പോയി. അപ്പോൾ ഇങ്ങനെ അപ്വേർഡ് എന്നുള്ള ഒരു മോഷൻ വന്നാൽ ഒരു 3 ഡയമെൻഷണൽ പിക്ചറാണ് വരക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോർത്തിലോട്ട് 6 മീറ്റർ, ഈസ്റ്റിലോട്ട് 8 മീറ്റർ, ദെൻ അപ്വേർഡ് 10 മീറ്റർ. അപ്പോഴേ നമുക്ക് പിക്ചർ ശരിയായിട്ട് വരുള്ളൂ. ഇവിടെ ഞാൻ ആദ്യം ഇത് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ ഓർക്കണം, നോർത്തും ഈസ്റ്റും തമ്മിൽ. അപ്പൊ ഇത് 6 മീറ്ററും ഇത് 8 മീറ്ററും ആണെങ്കിൽ ഇത് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് വരിക. ഈ ഹൈപ്പോട്ടന്യൂസ് ഞാൻ കാണുമ്പോൾ AB ആണ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് കൊടുത്തത്. ഇത് √6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ AB ഈക്വൽ ടു 10 മീറ്റർ കിട്ടും. അപ്പോൾ ഈ 6ഉം 8ഉം ഉപയോഗിച്ചിട്ട് ആദ്യം ഞാൻ ഈ AB കണ്ടു. എന്നിട്ട് ഈ BC അപ്വേർഡ് പോയത് 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ AC ആണ് ഡിസ്പ്ലേസ്മെന്റ് വരിക. AC ആണ് ഡിസ്പ്ലേസ്മെന്റ് വരിക. ആ AC ഉപയോഗിച്ചിട്ട് ഞാൻ മറ്റൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇതാണ് ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇവിടെ 10 മീറ്റർ, ഇവിടെ 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ AC ആണ് ഹൈപ്പോട്ടന്യൂസ് വരിക. നമുക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഈ 6ഉം 8ഉം ഉപയോഗിച്ചിട്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആദ്യം ഞാൻ AB കണ്ടു. ആ ABയും BCയും ഉപയോഗിച്ചിട്ട് മറ്റൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടാക്കി. അപ്പോൾ AC ഹൈപ്പോട്ടന്യൂസ് വരും. ആ AC എന്ന് പറയുന്നത് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അതിൻ്റെ റൂട്ടായിരിക്കും. അപ്പോൾ √AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു √AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AB 10 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, BCയും 10 ആണ്. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ എന്ന് വരും. 200 √200 ആണ്. അപ്പോൾ 10 √2 മീറ്റർ. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഇതിന് പുറമെ അപ്വേർഡ് മോഷൻ എന്നും കൂടെ പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ വ്യൂ വരും. അപ്പം നമ്മളൊരു 3 ഡയമെൻഷണൽ പിക്ചർ വരക്കേണ്ടി വരും. ആ പിക്ചർ വരക്കുന്ന രീതിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി ഇതേ നോർത്ത്, സൗത്ത്, വെസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ, എ ബോഡി മൂവ്സ് 10 മീറ്റർ ഈസ്റ്റ്, ഈസ്റ്റിലോട്ട് 10 മീറ്റർ പോയി, 3 മീറ്റർ നോർത്ത്, എന്നിട്ട് നോർത്തിലോട്ട് 3 മീറ്റർ പോയി, ആൻഡ് 14 മീറ്റർ വെസ്റ്റ്. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മൾ പിക്ചർ വരക്കാം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസറുകൾ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ 10 മീറ്റർ ഈസ്റ്റ് നമുക്കറിയാം. നമ്മളെ പിക്ചറിൽ നമ്മൾ ബോർഡിൽ വരക്കുമ്പോൾ, നോട്ട്ബുക്കിൽ വരക്കുമ്പോഴൊക്കെ ഈസ്റ്റ് അങ്ങോട്ടാണ്. അപ്പോൾ ഈസ്റ്റിലോട്ട് 10 മീറ്റർ പോയി, എന്നിട്ട് നോർത്താണ് പറയുന്നത്, നോർത്ത് മുകളിലോട്ടാണ്, മുകളിലോട്ട് 3 മീറ്റർ ആണ്. എന്നിട്ട് വെസ്റ്റിലോട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പോരണം, വെസ്റ്റിലോട്ട് 14 മീറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ വരിക. ഇങ്ങനെ പിക്ചർ വരുമ്പോൾ നോക്കൂ, ഇത് 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും 10 മീറ്റർ ആവും. ഇത് 10 മീറ്റർ ആണെങ്കിൽ ഇത് ടോട്ടൽ 14 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇത് 4 മീറ്റർ എന്ന് വരും. ഇനീഷ്യൽ പോയിന്റ് എയും ഫൈനൽ പോയിന്റ് ബിയും ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് AB ആണ്. ഇത് 3 മീറ്റർ ആണ്, ഇത് 4 മീറ്റർ ആണെങ്കിൽ AB കാണാൻ വീണ്ടും നമുക്ക് പൈതഗോറസ് തിയറമാണ് ആവശ്യമായി വരുന്നത്. അപ്പോൾ AB ഈക്വൽ ടു √, ഇവിടെ 3 സ്ക്വയർ ഉണ്ട് പ്ലസ് 4 സ്ക്വയർ. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. നമുക്കറിയാം 9 + 16 ഈക്വൽ ടു 25ൻ്റെ റൂട്ട് 5 മീറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നോക്കൂ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന ചെറിയ കൺസെപ്റ്റിൽ നിന്നും
8ഓളം വരുന്ന ഡിഫറെൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഓരോ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ തന്ന വീഡിയോ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. ഇത് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരുന്ന PDF ഫയൽ ഉപയോഗിച്ചിട്ട് വീണ്ടും പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാത്രം ചെയ്തിട്ട് നമ്മളോട് പങ്കുവെക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരും. ആ പ്രാക്ടീസ് ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻസ് ഈ കൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ട് സ്വയം ചെയ്യുക. ഒറ്റക്ക് ചെയ്തിട്ട് എല്ലാം ചെയ്ത് വൃത്തിയായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് അയച്ചു തരണം. അപ്പോൾ ഇന്നത്തെ പഠനം നമ്മളുടെ അവസാനിക്കും. അപ്പോൾ നമ്മൾ ഈ വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയം വേണമെങ്കിൽ പറയാം, ഈ സമയത്തിൽ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് 2 കൺസെപ്റ്റും ആ കൺസെപ്റ്റ് പഠിച്ച ഉടനെ അതിൻ്റെ ചോദ്യങ്ങളും ചെയ്തു. ആ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്കത് വൃത്തിയായിട്ട് മനസ്സിലാവുള്ളൂ. വളരെ നന്ദി എല്ലാവർക്കും. ക്ലാസ് കേട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വീണ്ടും അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുക. നാളെ കാണാം.